ഈ പെണ്ണ് നീച്ചിട്ടില്ല അവിടുന്ന്, ചായ കുടിച്ചിട്ടില്ല. എന്ത് പഠിപ്പാണിത്? ചായ കുടിച്ചിട്ട് ഇരുന്നാ പോരെ പെണ്ണിന്. നേരം കൊറേ ആവും ചെയ്തിട്ട്. പോയി വിളിച്ചോക്ക. സാറ് നോട്ടൊക്കെ ദീക്ക് അയച്ചിരുന്നത്. പഠിക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഫോണുമ്മ ഇരുന്ന് കളിക്കല. ഫോണുമ്മ കളിക്കൊന്നല്ല, സാറ് ഇതിന്റെ നോട്ട് അയച്ചിരുന്നത്. അപ്പൊ അത് നോക്കാറുത്തതേന്നു. ഞാൻ എപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചായയും കറിയൊക്കെ ഒന്ന് എടുത്ത് കുടിച്ചൂടെ എനക്ക്? ഇങ്ങനെ വയറ് കാളിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണ. എന്റെ ആങ്ങളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതാവൂട്ടാ. ചായ ഞാൻ കുടിച്ചോണ്ട് കുറച്ചും കൂടി എഴുതാണ്ടാവും, കൂടി എഴുതിട്ട് ഞാൻ കുടിച്ചോളാം. നല്ല പഠിച്ചോളും ഉണ്ടോ, നല്ല മാർക്കും വാങ്ങിക്കോളും ഉണ്ടോ. കാക്കാക്ക് അതല്ലേ ഇഷ്ടം. ഇപ്പാക്കും ഉമ്മാക്കും എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച് നല്ലൊരാളാക്കണം എന്നുള്ളത്. എന്ത് ചെയ്യാനാ, പിന്നെ അത് പോയില്ലേ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് നല്ല പഠിച്ചോളുണ്ട്, ഉഴപ്പാനൊന്നും നിക്കണ്ട. അതൊക്കെ അറിയാലോ താത്ത, ഉമ്മാന്റെ ഇപ്പാന്റെ ആഗ്രഹമായിരുന്നു. അതാണ് എന്റെ കാക്ക നിറവേറ്റി തരുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നല്ല പഠിക്കും, നല്ല മാർക്ക് തന്നെ എക്സാമിന് വാങ്ങുകയും ചെയ്യും. ഞാൻ അതുകൊണ്ടൊന്നും ടെൻഷൻ ആവണ്ട. ഞാനേ ബാക്കി കൂടി കൊണ്ട് അടിച്ചു വരട്ടെ. അപ്പൊതിനെ ചായ എടുത്ത് കുടിച്ചോ. നീ ഇങ്ങനെ വയറ് കളിങ്ങാണ്ട് ഇരിക്കണ്ട. പഠിത്തമൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ പഠിക്കാം. ആയിക്കോട്ടെ, അടുത്ത് കുടിച്ചോണ്ട് നിങ്ങൾ പോയിക്കോളി. അടിച്ചോ. അറിയാത്ത നമ്പർ. ഹലോ, അല്ലല്ലോ. ഇത് മലപ്പുറം. ആയിക്കോട്ടെ, നിങ്ങള് പറഞ്ഞ ആളല്ല. ഓക്കെ. ഇയാളിപ്പോ എന്തിനാ ഇങ്ങോട്ട് പിന്നെ വിളിക്കുന്നത്? ഹലോ, എന്തിനാ പേരൊക്കെ അറിഞ്ഞിട്ട്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലാന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കണത്? ഇഷ്ടല്ല വിളിക്കണത്. കഷ്ടം. എന്താണ് ഇവിടെ നിന്ന് സംസാരിക്കാൻ താത്ത കേൾക്കും. പുറത്തൊക്കെ പോകണം. ഇയാളെ കൊണ്ട് ഞാൻ ആകെ ഇടങ്ങറായല്ലോ. താത്ത കേൾക്കും വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. 4 വർത്താനം പറയണം. ഹലോ, അത് എന്തെങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ ആളല്ല എന്നുള്ളത്. പിന്നെ എന്തിനാ
വിളിക്കണത്? ഇതെനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒരാളെ നമ്പറാണ് കാണുമ്പോത്തിന് അങ്ങോട്ട് വിളിക്കല്ലേ നിങ്ങള്. ഞാൻ ഇതിന്റെ കാക്കാനോട് പറയൂ. ഞാൻ ഓനിക്ക് ഈ നമ്പർ കൊടുക്കും, നിങ്ങളെ വിളിപ്പിക്കും ചെയ്യും. എന്താണോ എനിക്ക് എന്നോട് പറയാനുള്ളത്? നമ്പർ മാറി വന്നതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണത്? ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇനി വീട്ടിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാട്ടോ. പിന്നെ നിങ്ങൾക്ക് നല്ല ചീത്ത കേൾക്കും എന്റെ ആങ്ങളുടെ അടുത്തുനിന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മര്യാദക്ക് ഫോൺ വെച്ച് പോവാന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളും ഇല്ല, നിങ്ങൾ പറഞ്ഞ സ്ഥലത്തുള്ളതും ഇല്ല. എന്താ ഈ കുട്ടി ഇവിടെ നടന്ന് ഇങ്ങനെ ഫോൺ വിളിക്കണ്? ഇതൊന്നും പതിവില്ലാത്താണല്ലോ. എന്തൊരു ശല്യാണിത്. ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാര്. ആ ജെസ്സിയെ, ആരെങ്ങനെ ഫോൺ വിളിക്കണ്? എന്നില്ലാത്തൊരു ശീലൊക്കെ ഇന്ന്. പുന്നാരന്റെ താത്ത എനിക്കറിയൂല, ഒരറിയാത്തൊരു നമ്പറിനോട് കോള് വന്നതാ. ഇപ്പൊ അയാൾ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് പറഞ്ഞൂടായില്ലേ? ഞാൻ പിന്നെ എന്താന്നറിയോ, വെറുതെ കാക്കാക്കൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിലൊക്കെ തന്നീന്നു. ആദ്യം തന്നെ ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് അയാൾ പിന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തരണ്ട നമ്പർ. ഇനി അവൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഇങ്ങോട്ട് കാട്ട്, കാക്കാക്ക് കൊടുക്ക. പിന്നെ കാക്കി അവനും കൂടി ആയിക്കോളും. ആ ആ തീയാണെങ്കിൽ കത്തൂല്ല, വെറുതെ കത്തിക്ക. ആയിക്കോട്ടെ. മരത്ത് മിസ്സാണല്ലോ വിളിക്കണത്. എന്താണോ ഇനി? ഹലോ മിസ്സേ. കൊഴപ്പൊന്നുമില്ല. അല്ല മിസ് എന്തിനാ വിളിച്ചേ? ഞാൻ മിസ് അടിച്ചപ്പോ ഞാൻ ഒന്ന് ടെൻഷനായി, എന്താണാവോന്ന് അറിയാനേ. രാവിലെ തന്നെ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണുണ്ട്. ചായയും കൂടി കുടിക്കാൻ വന്നിട്ടില്ല. എക്സാം ആണെന്ന് പറഞ്ഞിരുന്നു. അല്ല, മിസ് വിളിച്ചതിനെ പറ്റി പറഞ്ഞില്ല. അതെ, അത് കേട്ടാ മതി നിക്ക്. ഓള് പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാലോ ഓളെ ആങ്ങൾക്ക് ഭയങ്കര സന്തോഷേക്കാരം. മിസ്സിന് അറിയാലോ. പിന്നില്ല, ഞാനാണ് ഓളെ പിന്നാലെ നിക്കണോക്കെ. പിന്നെ ഓള് നാത്തൂനായിട്ടൊന്നല്ല കണ്ടിക്കണത്, ഉമ്മാന്റെ സ്ഥാനാണ് ഓൾക്ക് തന്നിട്ടുള്ളതൊക്കെ. ഓളെല്ലാ കാര്യത്തിനും ഞാൻ തന്നെയാണ് ഈ ഇറങ്ങലൊക്കെ. എന്തേലും പേരൻസിനായിട്ട് വരാൻ പറഞ്ഞാലൊക്കെ ഞാൻ തന്നെയാണല്ലോ വരല്. അതെനിക്കറിയാ. അതെ. എത്ര? 2000? ആയിക്കോട്ടെ, അതിനെന്താ. അത് ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടേ അയച്ചേരണ്ടേ ഗൂഗിൾ പേക്ക്. എങ്ങനെ ആയാലും പരീക്ഷക്കുള്ള എല്ലാ സാധനങ്ങളും ഓള് വാങ്ങിക്കോട്ടെ. അതിന് എന്തായാലും മുടക്കം വരുത്തൂല ഓളാങ്ങള. അത് കേട്ടാ മതി. നല്ല പഠിക്കുന്നുണ്ട് എന്നുള്ള കേട്ടാ തന്നെ സമാധാനാണ്. നാളെ ക്ലാസ്സിനോള് വരും. എക്സാം ആകുമ്പോത്തിന് ലീവ് ആക്കണ്ടെന്നാ ഞാൻ പറഞ്ഞിരിക്കണത്. ആയിക്കോട്ടെ മിസ്സേ, ശരി എന്നാ. സമാധാനായി. ഇവിടുന്നുള്ള കാട്ടിക്കൂട്ടൽ മാത്രമാവും വിചാരിച്ചു ഞാന്. കോളേജിൽ പഠിക്കണുണ്ടല്ലോ. ഇനിയിപ്പോ 2000 റുപ്യ ആണെന്നല്ല അറിഞ്ഞ്. ഇക്കാനോട് മെസ്സേജ് അയച്ചിട്ട് പറയാം. പാവം അനിയത്തിക്ക് എന്ത് വേണമെന്നുള്ളത് അതൊക്കെ വാങ്ങി കൊടുന്നു കൊടുക്കും. ഇത്രക്കൊരു ഇഷ്ടമുള്ള ഒരാങ്ങളെ വേറെ ഉണ്ടാവൂല. സമാധാനായി.
ചൂടാക്കൂല വെള്ളം. പറയ ഇയാളിപ്പോ എന്തിനാ ഇങ്ങനെ വിളിക്കണത്? ഇയാളെ പ്രശ്നം എന്താണ്? ഇപ്പൊ എടുക്കൊന്നും വേണ്ട. ഹലോ, എന്താണ് നിങ്ങളെ പ്രശ്നം? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിക്ക് വിളിക്കരുത് എന്നുള്ളത്. പിന്നെ എന്തിനാ നിങ്ങൾ വിളിക്കാൻ നിക്കണത്? നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കൊന്നും കേക്കണ്ട, ഇക്ക് അതിന് താല്പര്യമില്ല. നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ. പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ വിളിച്ചെങ്ങാണ്ട് നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങൾ ഇങ്ങനെ പറയുമോ? പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇക്കൊന്നും കേക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വിളിക്കാനൊന്നും നിൽക്കണ്ട. ആ ശരി ശരി. ഒന്നും മനസ്സിലാവണില്ലല്ലോ. എന്തുകൊണ്ടൊക്കെ ഇയാൾ ഇങ്ങനെ വിളിക്കാൻ നിക്കണേ? എനിക്ക് എന്താ പറയാണ്ടാവുള്ള എന്താ ചവിട്ടെ. അല്ല, എന്താ ഈ ക്ലാസ് കഴിഞ്ഞ പാടന്നെ റൂമൊക്കെ വന്നിക്കണ്? എന്താ നമുക്ക് സുഖമില്ലേ? എന്താന്ന് അറിയാതെ നല്ല തലവേദന ഉണ്ട്. തലവേദന നീ തുള്ളി ചായന്റെ വെള്ളം എന്തേലും എടുത്ത് കുടിച്ചോ, ഒന്ന് കുറയൂ അത്. എനിക്കിപ്പോ ചായ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം. ഒന്ന് കെടുക്കണം എനിക്ക്. ആ എന്നാ അവിടെ കിടന്നെന്നാ, കുറഞ്ഞതിന്റെ ശേഷം വന്നിട്ട് എടുത്ത് കുടിച്ചാ മതി. എന്താണ് ഇനി അയാൾക്ക് എന്നോട് പറയാണ്ടാവുക? ഞാൻ അപ്പൊ കേക്കാതിരുന്ന് ഭയങ്കര മോശായില്ലേ. എന്നോട് സംസാരിച്ചിട്ട് അയാളുടെ സങ്കടം മാറിയാലോ. വിളിച്ചോക്കല്ലേ, വിളിച്ചോക്ക. വിളിക്കണോ? രണ്ട് കൽപ്പിച്ച് വിളിക്ക. ഹലോ, നിങ്ങക്ക് എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താണ്? അല്ല, നിങ്ങൾ പറഞ്ഞോളി, ഞാൻ കേക്കാം. ആ ഇഷ്ടപ്പെടാൻ മാത്രം ഇപ്പൊ എന്താ പൈലുള്ളത്? പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളൊന്നല്ല ഞാൻ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിലേ ടൈം പാസിന് ഇക്കാരം പ്രണയിക്കുണ്ടാവുക.
മിസ്സാണ്, മിസ് കിട്ടിയില്ലാവും. ആ മിസ്സേ, അല്ല ഞാൻ തിരക്കിലല്ല. ഞാൻ അന്ന് പൈസ അയച്ചിരുന്നല്ലോ, നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആ പിന്നെ അതിന്റെ ശേഷം വിളിക്കാനും പറ്റിയിട്ടില്ലേ? ആ എന്താണ്? പഠിക്കണില്ലേ? ഇവിടെ ഒന്നും പഠിക്കണൊക്കെ കാണാലോ. വാതിലടച്ചിരുന്നിട്ട് ബുക്ക് വായിക്കാണെന്നൊക്കെ എന്നോട് പറച്ചിലുണ്ട്. മാർക്കില്ലേ? ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓള് എന്റെ മുന്നിൽ നിന്നൊക്കെ ബുക്കൊക്കെ വായിക്കണ ഞാൻ കാണലുണ്ട്. അതെ, ആ ഞാൻ ശ്രദ്ധിച്ചോണ്ട്. അപ്പൊ എക്സാമിന് മാർക്ക് കുറവാവോ? ആ അത് എനിക്കറിയാലോ. മിസ് പഠിപ്പിക്കൂലെന്നൊന്നും ഞാൻ പറയൂല. മിസ് എല്ലാം പഠിപ്പിച്ചിട്ട് തന്നെയല്ലേ ഇത്രയും മാർക്കൊക്കെ ഓൾക്ക് കിട്ടിയുന്നത്. ഇപ്പൊ എന്തേ കുട്ടിക്ക് പറ്റിയെന്നുള്ളത് എനിക്കും അറിയില്ല. കുറച്ചു ദിവസമായിട്ട് ആള് ഡൗൺ ആണ്. ആ ഞാൻ ശ്രദ്ധിച്ചോണ്ട്. ആ ആയിക്കോട്ടെ, ശരി. എന്താപ്പൊ കുട്ടിക്ക് പറ്റിയത്? ഇനി വേറെ വല്ല അസുഖം എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പറയാൻ പറ്റൂല. കാക്കാക്ക് വിളിച്ച് പറയാ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതേക്കാരം. ഇക്കൻ എന്തൊക്കെയാണാവോ പറയാ. ആ ഇക്ക തിരക്കിലാണോ? ആ ഓളെ മിസ് വിളിച്ചീന്ന്. മിസ് വിളിച്ചിട്ട് ക്ലാസ്സിന് ശ്രദ്ധിക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മാർക്കൊക്കെ കുറവാത്ര. എക്സാമിന് മാർക്ക് ഉണ്ടാവോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂലാർന്ന്. ഇല്ല, ഓളെന്നോടൊന്നും പറയണില്ല. പക്ഷെ ഓള് വാതിലടച്ചിരുന്ന് പഠിക്കാണെന്ന് എന്നോട് പറച്ചില്. വാതിലടച്ചുകാണ്ടാണ് പോണതും കാണാം. പിന്നെ ഞാൻ ഒന്നും ചോദിക്കലില്ല. ആ ഞാൻ ശ്രദ്ധിച്ചോണ്ട്. ഇനി കല്യാണൊക്കെ ഇപ്പൊ തന്നെ വേണോ? ഓള് പഠിക്കല്ലേ. അതെ, ആ ഞാൻ സംസാരിച്ചോളാം അവളോട്. എന്താ ഓളെ അഭിപ്രായം കൂടി അറിയണ്ടേ. നമ്മളെടുത്ത് ആടിയിട്ട് ഓൾക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഓൾക്ക് ഇഷ്ടാവൊന്നുമില്ല. ആ എന്തായാലും സംസാരിച്ചിട്ടൊക്കെ ഞാൻ ഓൾക്ക് വിളിക്കണ്ട്. ഉം ആ ശരി. ഞാൻ അറിഞ്ഞപ്പോ തന്നെ ഒരു ടെൻഷൻ. ആ ആയിക്കോട്ടെന്നാ, ശരി. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഉം എന്തായാലും കല്യാണത്തിനെ പറ്റിട്ട് ഓളോട് പറയാം. എന്താ കെടുക്കണ്? പഠിക്കാനൊന്നുമില്ല നമുക്ക്? ആ പഠിക്കലൊക്കെ കഴിഞ്ഞു. അപ്പൊ വെറുതെ ഇങ്ങനെ ഫോണിൽ നോക്കിയതാണ്. ഏ അനക്ക് എന്താ പറ്റി? അനക്ക് വയ്യായി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവേ. അങ്ങനൊന്നുമില്ല താത്ത. ഡോക്ടറെ കാണിക്കാൻ മാത്രമൊന്നുമില്ല. പഴയ പോലെ ഇപ്പൊ എന്നോട് വർത്താനത്തിന് ഒന്നിനും വരുന്നില്ല. ആദ്യമൊക്കെ എന്തൊരു ചെറിയ കളിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല അനക്ക്. എന്താ അനക്ക് പറ്റിയത്? ഒന്നുമില്ല താത്ത. ആ പിന്നെ കാക്ക വിളിച്ചിന് എനിക്ക്. കാക്കാന്റെ കൂടെ ജോലി ചെയ്യണ ഒരാൾക്ക് എന്നെ കെട്ടാൻ നല്ല ആഗ്രഹം ഉണ്ടത്രേ. ഓൾക്കാണെങ്കിൽ നല്ല പൈസയും മുതലൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇക്ക് ഇപ്പൊ തന്നെ കല്യാണം ഒന്നും വേണ്ട താത്ത. ഇക്ക് പഠിക്കണം. ആടി പഠിക്കേണ്ട കാര്യൊക്കെ കാക്ക പറഞ്ഞിരിക്കണത്രേ. എന്റെ കാക്ക എന്നെ കുഴി കൊണ്ടുപോയി ചാടിക്കുന്ന നമുക്ക് തോന്നുന്നുണ്ടാ? എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരിക്കണ്. അപ്പൊ ഓൽക്ക് അതിനൊക്കെ സമ്മതാണേനും എന്നെ പഠിപ്പിക്കാന്നും ജോലിക്ക് പറഞ്ഞയക്കാന്നും ഒക്കെ പറഞ്ഞിരിക്കണത്രേ. അപ്പൊ നല്ലൊരാളെന്നെ എത്ര ആ ചെക്കൻ ഒപ്പം നിക്കണതാണേ. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ് എന്റെ സമ്മതം കൂടി വാങ്ങാനാ കാക്ക എന്നോട് പറഞ്ഞത്. എന്നാലും വേണ്ട. പഠിപ്പിക്കൂടി, നല്ല ആൾക്കാരല്ലേ.
എന്നാ എന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്നാ ഞാൻ കാക്കാനോട് പറയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ആളെ തന്നെ ഈ കെട്ടേണ്ടി വരും. മുട്ടായിടുക്കിൽ വെച്ചിട്ടാ മതിയല്ലോ. പിന്നെ കല്യാണം ഇപ്പൊ തന്നെ വേണ്ടാന്നല്ലേ ഉള്ളൂ. കല്യാണം എനിക്ക് ജോലി കിട്ടിയിട്ട് മതി. എന്തായാലും രണ്ടല്ലോ കൂടി എല്ലാം ഉള്ളൂ ഇനി ജോലി കിട്ടാന്. അത് കഴിഞ്ഞ ജോലി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നടത്താം. എന്തായാലും എൻഗേജ്മെന്റ് എങ്കിലും നടത്തിയിടണം. അത്രയും നല്ലൊരു പയ്യനാണെന്നാ കാക്ക പറഞ്ഞത്. ആ അങ്ങനെയാണെങ്കിൽ നോക്കാം. ആ അത് കേട്ടാ മതി, ആലോചിക്കാം നമുക്ക്. ഈ എന്തായാലും പുസ്തകമൊക്കെ ഒന്നെടുത്ത് പഠിച്ചോ, പരീക്ഷ വരികയല്ലേ. ഇപ്പൊ പഠിപ്പിലൊക്കെ കുറച്ച് ഉറപ്പുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നിയിരിക്കണ്. അതൊന്നും വേണ്ട, എനിക്ക് അറിയില്ലേ കാക്കാന്റെ അവസ്ഥ എന്താന്നുള്ളത്. അത് ചിന്തിച്ചിട്ടൊക്കെ പഠിക്കാൻ നോക്ക്. ആ ഇന്നീ അവിടെ ഇരുന്നോ. എത്ര പെട്ടെന്ന് കല്യാണം നോക്കുന്നുണ്ട്. എന്തായാലും അവനക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയട്ടെ. ഹലോ, പിന്നെ ഇവിടെ ആകെ പ്രശ്നാണ്. ഇവിടെ കാക്കും താത്തയും കൂടി എന്റെ കല്യാണമൊക്കെ നോക്കണുണ്ട്. പെട്ടെന്ന് കല്യാണം കേൾപ്പിക്കുന്നൊക്കെ പറയണത്. എൻഗേജ്മെന്റ് കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടെന്നുള്ളതൊന്നും. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാട്ട്, ഞാൻ അതുപോലെ ചെയ്യുന്ന. വിളിച്ചൂടെ? അത് ആണോ? ഇഷ്ടമൊക്കെ തന്നെയാണ്, ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. എന്റെ അടുത്ത് ഒരു 2-3 പവനൊക്കെ ഉണ്ടാവും. പക്ഷെ പൈസ ആയിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. ആ അതെടുക്കാം. നാളെ കോളേജിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. എന്നിട്ട് ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും. ഈ വേഗം വരണം എന്റെ അടുത്തേക്ക്. ആ ശരി ശരി. പറഞ്ഞ പോലെ നാളെ രാവിലെ അവിടെ തന്നെ പോയി നിൽക്ക. എല്ലാപ്പോ ശരിയാവൂല. എന്റെ അടുത്തുള്ള സ്വർണ്ണം എടുക്കാം എന്തായാലും. അവിടെ പോയിട്ട് പണിയൊക്കെ ഒന്ന് റെഡി ആവണ്ട, നല്ല ചെലവിനൊക്കെ ഉണ്ടാവുള്ളൂ. തൽക്കാലം ഇപ്പൊ ആരും വേണ്ട. കാക്ക തന്ന സ്വർണ്ണൊന്നും കൊണ്ടുപോകണ്ട, ഒക്കെ ഇവിടെ തന്നെ ഊരക്ക. എന്തിനപ്പത് സ്വർണ്ണയിട്ട് പോയി എന്നുള്ള പേര് ഇനി കേക്കണ്ട. താത്ത, ഞാൻ പോവാട്ടാ, നേരം വെക്കിക്കണ്. ഇന്നത്തെ എവിടെയുള്ള വേറെ നിങ്ങളൊന്നും കാണാനില്ലല്ലോ.
ട്രെയിൻ ഇപ്പൊ വരുമല്ലോ, ഓനെ എനിക്ക് കാണാല്ലോ, വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണില്ല. ഹലോ, ഈ എവിടെ? ഞാൻ എന്റെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. വരാറായോ? ആ എന്നാ വേഗം ആയോ? ഇല്ല, ഞാനതൊന്നും എടുത്തിട്ടില്ല. കാക്ക വാങ്ങി തന്ന സ്വർണ്ണല്ലേ, അത് വിചാരിച്ചിട്ടാ ഞാൻ എടുക്കാത്തത്. ട്രെയിന് വരിപ്പോ, ഈ വേഗം ആയോ, എന്നിട്ട് വേണം പോവാന്. അറിയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. വരുന്നില്ലാന്നോ? എന്താ തീനെ പറ്റിക്കഴിഞ്ഞല്ലേ? എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എന്തിങ്ങോട്ട് വരാതെ നിക്കണത്? ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്റെ പെരേക്ക് പോവാ? ഹലോ ഹലോ, ഇങ്ങനെ ചതിക്കാണെന്ന് ഞാൻ അറിയില്ല. എന്റെ പഠിപ്പും കൂടി കളഞ്ഞിട്ടാ ഞാൻ ഓനെ സ്നേഹിച്ചേ. എന്നെ ചതിച്ചില്ല. എന്തായാലും വീട്ടിക്ക് തിരിച്ചു പോകാൻ പറ്റൂല. കത്തൊക്കെ എഴുതി വെച്ചിട്ടില്ല ഞാൻ പോന്നിക്കണത്. ഞാൻ തിരിച്ചു പോവില്ല. എന്നെ ചതിക്കോ? ഞാൻ എന്തായാലും വീട്ടിക്കാൻ പോവില്ല. മുതല് കിട്ടാൻ വേണ്ടിട്ടാണ് എനിക്ക് എന്നോടുള്ള ഇഷ്ടം. അത് ഞാൻ എടുത്തിട്ടില്ലെന്ന് കണ്ടപ്പോ കണ്ടില്ലേ, എനിക്കിന്ന് വേണ്ട പറയണ. കാക്ക എന്നെ വിളിക്കണം, കോണിക്കണ്ട. ഈ പെണ്ണെ പുസ്തകങ്ങളൊക്കെ ഇവിടെ പരത്തിട്ടിക്കണല്ലോ, ഒക്കെ തുറന്ന് മലത്തിട്ടു. എന്താ കുറച്ചോടെ ഈ പെണ്ണ് എന്ത് പണിയാ കാട്ടിയിരിക്കണത്? അപ്പൊ ഇത് ഇന്നലെ ഓളെ മനസ്സില് ഇക്കാനോട് റബ്ബേ ഞാൻ എന്താ പറയാ? ആരെ കൂടെ പോയിക്കണെന്ന് പോലും അറിയണില്ലല്ലോ. എന്തായാലും ഓൾക്കൊന്ന് വിളിച്ചോക്കാം. ഫോൺ എവിടെയാണ്? ഫോൺ അവിടെ. കാക്ക എന്നെ വിളിക്കണം, കോണിക്കണ്ട. പെണ്ണ് ഫോൺ എടുക്കണില്ലല്ലോ. ഹലോ, ഹലോ മോളെ, ഈ എവിടെയാണ്? ഈ എങ്ങടെ പോയിക്കണത്? എന്തൊക്കെ ഈ എഴുതി വെച്ചിക്കണേ? എന്റെ ആങ്ങളെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സമാധാനം ഉണ്ടാവോ? ഇജ് ഇങ്ങോട്ട് വായോ. ഞാൻ വരില്ല താത്ത. മോൻ ആരായാലും നമുക്ക് കല്യാണം നടത്താം. അന്റെ ഇഷ്ടല്ലേടി നോക്കുള്ളൂ. ഈ ഇങ്ങനെ പറയാതെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ എത്ര വിഷമാവും നമുക്കറിയോ? മോൻ ആരായാലും വേണ്ടില്ല, നമുക്ക് അന്വേഷിച്ചിട്ട് എന്നെ നടത്താം. ഈ ഇങ്ങോട്ട് വായോ. ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, നാട്ടുകാരും അറിഞ്ഞിട്ടില്ല, അന്റെ കാക്കി അറിഞ്ഞിട്ടില്ല.
അന്റെ ഇഷ്ടം ഈ എന്നോട് പറഞ്ഞതാന്ന് പറഞ്ഞാ മതി. ഇങ്ങോട്ട് പോരെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ എന്തിനാ കരയണത്? സാരില്ല, അന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഇങ്ങോട്ട് വായോ. എനിക്ക് നിന്നെ വേണ്ട പറഞ്ഞു. ഞാൻ സ്വർണ്ണം കൊടുക്കാത്ത കാരണം ഒന്നും കൊണ്ടുപോയില്ല പറഞ്ഞു. ഒന്ന് ചതിക്കുന്നു. എന്താ ചെയ്യേണ്ടത് എനിക്ക് തീരെ അറിയില്ല. ഞാണ്ട് വരുന്നില്ല. സാരില്ലേടി ജെസിയെ, ഓൻ പോവാണെങ്കിൽ പോയിക്കോട്ടെ. ഓനക്ക് ഭാഗ്യമില്ല എന്നെ പോലുള്ളൊരു പെണ്ണിനെ കെട്ടാന്. അത് വിചാരിച്ചാ മതി. താത്താന്റെ കുട്ടി ഇങ്ങോട്ട് പോരെ. ഒരു കുഴപ്പമില്ല. കാക്കാനോട് നമുക്കിത് പറയും വേണ്ട. വായി. തെറ്റ് പറ്റിപ്പോയതാണ്. നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്ക്. ഇങ്ങനൊന്നും ഉണ്ടാവില്ല. എന്റെ പഠിപ്പും കൂടി ഇത് കാരണം ഒക്കെ മുടങ്ങിയിരിക്കുന്നു. ഇനി ഞാൻ നല്ല രീതിയിൽ ഞാൻ പഠിച്ചോണ്ട് ഞാൻ വരാം. ശരില്ല. ആ ശരി. പാവാണ്. ഞങ്ങള് സമ്മതിക്കൂലെന്ന് വിചാരിച്ചിട്ടേക്കാരം അവന്റെ കൂടെ പോവാൻ നിന്നിട്ടുണ്ടാവുക. ഓനെ വിശ്വസിച്ചിട്ട് എന്റെ കുട്ടി നന്നായി ഉള്ളൂ സ്വർണ്ണൊന്നും കൊണ്ടുപോവാതെ പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ജീവിതം തന്നെ പോവല്ലേ. പടച്ചോനായിട്ടാണ് നമുക്ക് അത് തോന്നിപ്പിച്ച്